ഒന്നും ഇല്ലടേ എന്റെ പൊന്നെ. ആ കേശു നിന്നോട് എന്തോന്നു keep an eye on him. ആരെടുത്ത് എന്തരടി ഷിബു എന്ത് ഷിബു റോക്സ്. ഷിബു റോക്സ്. നീ ഇത്ര നേരം അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു കണ്ണ് വേണോടാ, സംതിങ് സസ്പിഷ്യസ്. കുറച്ചു മുമ്പ് 2 കണ്ണും വേണോന്ന്. അന്ന് നീ 2 കണ്ണും വെച്ചോ, എന്നാലും സംതിങ് സസ്പിഷ്യസ്. ചേട്ടാ ഓ പാറമട ചൂണ്ടിട്ടാ പോരെ? പാറമട ചൂണ്ടിട്ടാ സെറ്റ് ആവില്ല മക്കളെ. അവിടുത്തെ മീനൊക്കെ കള്ളക്കുത്ത് പിടിച്ചു. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ തോട്ടിൽ പോയി ചൂണ്ടിടാം, എല്ലാം തടയും. പിന്നെ തോട്ടിന്റെ അവിടുന്ന് മാറി നോണം കേട്ടല്ലോ, അല്ലെങ്കിൽ ഒഴിവ് പോവും. എനിക്ക് പേടിയില്ല ചേട്ടാ, പേടി. എനിക്ക് പേടിയില്ല, പറഞ്ഞാൽ മതിയില്ല. എന്നാലും ഈ കുളത്തിൽ സെറ്റ്. ഹലോ ബ്രോ ബ്രോ, സുഖല്ലേ? സുഖമായിട്ടിരിക്കണ്. എവിടെ പോണു? നമ്മളിങ്ങനെ ഈ ചൂണ്ടിടാൻ വേണ്ടി ഒന്ന് പോകാന്ന് വിചാരിച്ചു. മക്കളെ പാറേ, നീ എവിടെയെല്ലാം മാറിയില്ല. അവിടെ അവിടെ തണലത്തോട്ട് മാറിയിക്കണം കേട്ടാ, കാട്ടിലോട്ടൊന്നും കയറി പോലെ. ഞാൻ പോരാ. അല്ല കുഴപ്പമില്ല, പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ ഇവിടെ ഇതാണ് എല്ലാരും കൂടെ. ഇവിടെ ഇവരൊക്കെ ആരാ? ഇതാണ് എന്റെ പിള്ളേര്. പിള്ളേരാ? ഓ മറ്റേ കൂടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല അല്ല, കൂടെ ജോലി ചെയ്യണല്ലേ, ഇതിന്റെ കമ്പനി പിള്ളേര്. കമ്പനി പിള്ളേര്? അതെ. അല്ല ഇതാരാ? അതെ അതോ അനീത്തിയ. അനീത്തി. അപ്പം അവിടെ കണ്ടത് ഒരെണ്ണം അനീത്തി, ഒരെണ്ണം ചേച്ചി. ചേച്ചി. ഓ നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടല്ലേ? കുറച്ചു പേരുണ്ട്. രസമല്ലേ ഇതൊക്കെ? അല്ലേ ഇങ്ങോട്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞത് ഞാൻ ചൂണ്ടിടാൻ പോവാണെന്ന്. അയ്യോ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടായി പോയി, അതാണ്. അല്ല മറന്നുപോയി. അല്ല ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഇത് കണ്ണില് കരട് പോയി, അത് എടുക്കാൻ വേണ്ടി വെച്ചതാ, മറന്നുപോയി. അതും മറന്നുപോയി. ഇതോ കണ്ണില് കരട് പോയത്? ശരി ശരി. അല്ല ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളു. അവര് എന്താ എല്ലാരും ഒരുമാതിരി ഇരിക്കുന്നത്? അല്ല അവരൊക്കെ ഓരോന്നും ഓരോ രീതി ഇരിക്കുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലേ ബ്രോ, നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ആയിരിക്കും. ഞാനിങ്ങനെ ഇപ്പം ഉദാഹരണത്തിന് ആളെ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത്, അവരെങ്ങനെ നിക്കണ്, ഞാൻ ഇങ്ങനെ ചൂണ്ടയിട ഇറങ്ങണ്. പിന്നെ ചൂണ്ടയിട്ട് നമുക്ക് നല്ല മീനെ കിട്ടുകയാണെങ്കിൽ കിട്ടും, നല്ല ഇട്ട് കഴിഞ്ഞാൽ കിട്ടും, നല്ലതിനെ കിട്ടും. തമാശ പറഞ്ഞാണല്ലേ? പിന്നെ ഞാൻ തമാശ മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് സീരിയസും പറയും. സാറി കുഴപ്പമില്ല, നമ്മളെല്ലാരും എന്തായാലും ഓരോരോ സ്വഭാവക്കാരായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ തന്തയല്ലല്ലോ അവളെന്റെ തന്ത. തന്തയ്ക്ക് വിളിച്ചല്ല, സത്യമായിട്ട് തന്തയ്ക്ക് വിളിച്ചല്ല. നമ്മൾ ഈ പറയുമ്പോ ഇങ്ങനെ പറയുമല്ലോ. ഉദാഹരണത്തിന് ഈ ചൂണ്ട, ഈ സ്ട്രിങ്, ചൂണ്ട വേറെ സ്ട്രിങ് വേറെ, അതേപോലെ ഞാൻ വേറെ അളിയൻ വേറെ. സ്ട്രിങ് നമുക്ക് അത് കാര്യമൊന്നും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓരോ ടെൻഷനും പ്രഷറിലൊക്കെ നടക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ അതിപ്പോ എല്ലാവർക്കും ഒരു ടെൻഷൻ മറ്റേത് മറിച്ചൊക്കെ ഉണ്ടല്ലോ. പഴയ ലൈഫ് സ്റ്റൈലൊന്നും അല്ലല്ലോ. ചിലരിങ്ങനെ പറയും, പണ്ടത്തെ ആൾക്കാര് നമ്മള് എപ്പോഴും നോർമലായിട്ട് നടക്കണം, ഹാപ്പിനെസ് അങ്ങനത്തെ പ്രശ്നം. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേര് അവര് ഈ ഹാപ്പിനെസ് തേടിയായാലും നമ്മുടെ കാര്യമാണ് കേട്ടോ, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അത് ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. ബ്രോ അങ്ങനെ വല്ല ഉപയോഗിക്കണ യൂത്തിന്റെ കേസ് പറഞ്ഞോണ്ടേ? അല്ല ഈ ബ്രോ അങ്ങനെ വല്ല ഉപയോഗിക്കാറുണ്ടാകും? ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് ചെറുതായിട്ട് ഒന്നും കൂടെ കട്ടായി. ഞാൻ ഈ ഉദ്ദേശിച്ചത് ഈ പിള്ളേർ ഈ ഡ്രഗ്സ് അങ്ങനത്തെ ഈ ലഹരി വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിക്കുമല്ലോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ അതൊന്നുമില്ല. ഇല്ല പെർഫെക്റ്റ്. പിന്നെ അത് അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ പിള്ളേരിടയ്ക്കൊന്ന് മണപ്പി ഇടയ്ക്ക് നല്ലവരാ കണ്ടു. അവര് അല്ല ശരിയാണ്, അവര് അവരുടെ കാര്യം നമുക്ക് ഉപദേശിക്കാം, നമ്മൾ ആരും അല്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഉപദേശിക്കാൻ പറ്റും? നമ്മളൊരു സ്ഥാനം വേണ്ടേ? പിന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ആരും, നമ്മളെ കാര്യം മാത്രം നോക്കണം, വേറെ കാര്യം അങ്ങനെ നോക്കല്. നേരെ പോ. ശരി, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഹാപ്പിനെസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. ഹാപ്പിനെസ് ഞാൻ തരാം, ഹാപ്പിനെസ്. ശരിയല്ലേ? അപ്പൊ ബൈ. ഇതെന്താ ഇങ്ങനെ? അല്ല അവരെ മൈൻഡ് ചെയ്യണ്ട, അവര് ഇൻട്രോവേർട്ടാ, അവരെ മൈൻഡ് ചെയ്യണ്ട. നല്ലതാ, കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഹാപ്പിനെസ്സിന് വേണ്ടി. പിന്നെ ഞാൻ വരും, ഹാപ്പിനെസ്. ശരി അപ്പൊ. ശരി. അതല്ല ബ്രോ ചൂണ്ടാക്കട്ടെ, എങ്ങോട്ടാ?
പലരി കടേന്ന് 100 പരിപ്പ് മേടിക്കാൻ പോണ്. ആണോ? പുതിയ ഐഡിയ ആയിരിക്കും. സാധനം വാങ്ങിച്ച് തൂക്കിയിടണ്ടോ? പിന്നെ തൂക്കിയിട്ടുണ്ട് വരാം. മക്കളെ മാടാ.